ഹായ്, ഇന്ന് നമുക്ക് നൈറ്റിക്ക് അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ബൈൻഡേലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നെക്കിന്റെ അകലം കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ചാണ് ഞാനിവിടെ കഴുത്തകലം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ നമുക്ക് അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഡിസൈനെ ഒന്ന് വരച്ചെടുക്കാം. ഇതേ രീതിയിലാണ് ഞാനിതിനെ വരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 2 ഇഞ്ച് തന്നെ താഴോട്ട് നമ്മളൊരു കർവ് കൊടുത്തിരിക്കുന്ന ആ ഭാഗം വരെ നമുക്കൊരു 2 ഇഞ്ചിനെ മാർക്ക് ചെയ്താം. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറി അതിനെ ഒരു 1.5 ഇഞ്ചിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിനെ കുറച്ച് കൊണ്ടുവന്ന് 1 ഇഞ്ചിലേക്കാക്കി ഇനി ഇതിനെ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ലൈനിൽ കൂടി ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നൈറ്റിക്കും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ വെക്കാൻ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനൊരു 6.5 ഇഞ്ച് നെക്കിന്റെ ഇറക്കം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഇച്ചിരി ഇറക്കത്തിൽ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇറക്കം കാണുകയില്ല. ഇനി നമുക്ക് ഇതിനെ ഒരു പേപ്പർ ക്യാൻവാസിലേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 ഇഞ്ച് വീതി മടക്കിയിട്ടതിന് ശേഷം 5 ഇഞ്ച് വീതി, അതുപോലെ തന്നെ ഒരു 7.5 ഇഞ്ച് നീളവുമുള്ള ഒരു ക്യാൻവാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിങ്ങനെ മടക്കിയതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാറ്റേണിനെ ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ റൗണ്ടിലായിട്ടൊന്ന് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. പിൻ കുത്തി കൊടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോ ഇവിടെ പിന്നൊന്നും കുത്തി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണം 2 ഷേപ്പിലായി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈ നെക്കിനെ കിട്ടിയിട്ടുള്ളത്. 2ആയിട്ടാണ് നമുക്ക് അതിനെ കിട്ടുന്നത്. അതിനുശേഷം നമുക്കിതിനെ നമ്മുടെ തുണിയിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കതിനെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ തുണിയിൽ അതിനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ തയ്യൽ തുമ്പൊന്നും ഇടാതെ തന്നെ നമ്മളതിനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തയ്യൽ തുമ്പൊന്നും തന്നെ ആവശ്യമില്ല. നമ്മളിതിന് സൈഡില് പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നൈറ്റിക്ക് ചേരുന്ന ഒരു പൈപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുള്ള നൈറ്റി പീസ്. ഇതിനകത്ത് നമുക്കൊരു ബ്ലാക്ക് കളറിലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്ലാക്ക് കളറിലെയാണ് ഇതിന് പൈപ്പിംഗ് വെച്ച് കൊടുക്കാൻ എടുത്തിട്ടുള്ള തുണി. നിങ്ങൾ എടുക്കുന്ന തുണിക്ക് ചേരുന്ന രീതിയിലുള്ള പൈപ്പിംഗ് എടുത്തു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഒരു ലേശം ഈ നമ്മൾ എടുത്തിട്ടുള്ള ക്യാൻവാസിന് വെളിയിൽ നിൽക്കത്തക്ക രീതിയിൽ ക്യാൻവാസിന്റെ സൈഡിൽ കൂടി തന്നെ അടിയിൽ പൈപ്പിംഗ് വെച്ച് കൊടുത്ത് ഇതേ രീതിയിൽ തന്നെ നമ്മളൊന്ന് അതിനെ സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡിൽ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കുമ്പോൾ അത് വീതി കൂടുതലായിരിക്കും. ഇതിന്റെ കോർണർ വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് ചരിച്ച് വെച്ച് വീണ്ടും മറു സൈഡ് കൂടി ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സ്ലോയിൽ വേണം നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ രണ്ട് സൈഡിലെ ക്യാൻവസ് നമ്മൾ ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് നമ്മൾ കൊടുക്കാൻ എടുത്ത തുണിയുടെ സൈഡെല്ലാം ഒന്ന് ഇതേ രീതിയിലൊന്ന് കുറച്ച് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ള് കട്ട് ചെയ്യരുത്, എങ്കിൽ മാത്രമേ അത് നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് തുണിയെ ചീത്ത വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ല വശത്ത് നിന്നും മറിച്ചിട്ടതിന് ശേഷം ഇതേ രീതിയിൽ വീതി കുറച്ച് നമ്മൾ നല്ല വശത്തുകൂടി പൈപ്പിങ്ങിന് വെച്ച് കൊടുത്തിരിക്കുന്ന തുണിയിൽ തട്ടാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് ഡിസൈനിനെ കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ അല്ലയോ. ഇനി നമുക്കിതിനെ നൈറ്റിയിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിതിനെ നൈറ്റിയിലെ ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നൈറ്റിയുടെ സെന്റർ ഷോൾഡറിന്റെ സെന്റർ കണ്ണു കാണുക. അതിനുശേഷം 2.5 ഇഞ്ച് ആണ് കഴുത്തകലം നമ്മൾ എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടര 2.25 ഇഞ്ച്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ക്യാൻവാസ് നമ്മൾ നെക്ക് ഡിസൈനിനെ നമുക്കൊന്ന് നൈറ്റിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുക്കുക.
ഈ രീതിയിൽ നമ്മൾ പിന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന പൈപ്പിങ്ങിന്റെ സൈഡിൽ കൂടി പൈപ്പിങ്ങിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി നല്ല നീറ്റായിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. വളരെ സ്ലോയിൽ തന്നെ ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഡിസൈന് വ്യത്യാസം വരും. ഇതേ രീതിയിൽ തന്നെ നെക്കിന്റെ രണ്ട് സൈഡിലും കൂടി അടിച്ച് കൊണ്ടുവരണം. ഇനി നമുക്കതിന്റെ ഓപ്പോസിറ്റ് വശവും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത വശവും നമുക്ക് ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലുള്ള കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ തന്നെ ഞാൻ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാം കയറി കാണുക. കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തുള്ള തുണിയെ കട്ട് ചെയ്ത് മാറ്റണം. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് വേണം നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റായി അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് പ്ലീസ്. നമ്മുടേതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്, അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നമുക്കിതുപോലെ ചെറിയ നോച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ആ ഭാഗത്തിനെ ഉള്ളിലേക്ക് മടക്കി ഇതേ രീതിയിൽ കാണാത്ത രീതിയിൽ അകത്തേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെളിയിൽ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കി കൊടുത്തുകൊണ്ട് അതിനെ ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു നെക്ക് ഡിസൈൻ ആണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഷോ ബട്ടണോ എന്തെങ്കിലും വെച്ചൊന്ന് കുറച്ചുകൂടി നമുക്കൊന്ന് അതിനെ നന്നാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ നെക്കിന്റെ ഫൈനൽ ലുക്ക്. ഇതിന്റെ സെന്ററായിട്ട് നമ്മളൊരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇനി വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു.